എന്താ ഉണ്ടക്കണ്ണും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ണു ഒട്ടി ഒട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് വാ. എന്നാ 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 കുട്ടാപ്പി ഇങ്ങോട്ട് വാ. നമ്മുടെ പൊന്നു വാ. ലൂസ് തന്ന എനിക്ക് തരാണ്ട് അവന് കൊടുത്തത്. ഇങ്ങോട്ട് വാ നീ. എന്നാ നമ്മുടെ പൊന്നിനെന്നാ നിക്കട്ടാ പൊളിച്ചു ചോറ്. അവന് ഞാൻ കഴിക്കണ മുട്ടൻ്റെ മഞ്ഞക്കറി ഭയങ്കര ഇഷ്ടം. അവിടുന്ന് അനങ്ങണ്ട നീറ്റാ. അതാ ഒരു കുസുമ്പം കയറി വരുന്നുണ്ട്. ഞാൻ ദിവസം കോഴിമുട്ട പുഴുങ്ങിയത് ഒരെണ്ണം കഴിക്കുക. അതിൻ്റെ മഞ്ഞക്കറി ഫുള്ള് കഴിക്കുന്നവരാ. ഇടയിൽ 2 കോഴിമുട്ട പുഴുങ്ങിട്ടാ. അതിലും 2 അവർ കഴിക്കും. ഞാൻ എഗ് വൈറ്റ് ഒരെണ്ണം കഴിക്കുള്ളൂ. അങ്ങോട്ട് കൊടുക്കൊക്കെ അവർ കഴിച്ചു. കുട്ടാപ്പിയേ ഡാ ആദ്യം കുട്ടാപ്പി പിണങ്ങിപ്പോയതാ. കുഞ്ഞുമണിക്കൊക്കെ കഴിക്കാൻ കൊടുക്കണണ്ടിട്ട് എൻ്റെ കൂടെ കണ്ടില്ല കഴിക്കുന്നു. ഇവർ എഗ്ഗ് വൈറ്റ് കഴിക്കില്ല, അതിൻ്റെ എല്ലാം അത് മാത്രം കഴിക്കും. മഞ്ഞക്കറി രാവിലെ വെച്ച് ഡെയിലി ഒരു കോഴിമുട്ട പുഴുങ്ങിയത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതേമാതിരി ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആളുകൾക്ക് രാവിലെ വെച്ചിട്ട് നേന്ത്രപ്പഴം ഒരെണ്ണം പുഴുങ്ങിയിട്ട്, കുട്ടികൾക്കാണെങ്കിലും ശരി വലിയവർക്കാണെങ്കിലും ശരി, ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് രാവിലെ വെച്ച് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. അത് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അതിലൊരു 1/2 സ്പൂണ് പശു നെയ്യ് ഇട്ടിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഞാനപ്പോൾ ദിവസം നേരം വെളുക്കുമ്പോൾ രാവിലെ കഴിക്കുന്നത് ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയത് കുറച്ച് നെയ്യ് വെച്ച് കഴിക്കും. അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ട പുഴുങ്ങിയത്. ആ കോഴിമുട്ട പുഴുങ്ങി കഴിക്കുമ്പോഴാണ് ഇവരിങ്ങനെ ഇക്കെന്തെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് 2 കോഴിമുട്ട കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വേവാൻ ഇടുന്ന സമയത്ത് 2 ഇടും കേട്ടോ. ഞാൻ ഒരെണ്ണം ഇടുമ്പോൾ മൂപ്പര് വേഗം 2 ഇടും. ഈ 2 കഴിക്കുക വിശപ്പ് മാറില്ല വേണം. പക്ഷെ 2 മഞ്ഞക്കരി കഴിക്കുന്ന ഇവരാ. ഇല്ല പിന്നെ കുട്ടാപ്പി വയറുന്നറിഞ്ഞ ബാ ബാ ഫോൺ വേണ്ട. ബെഡിൻ്റെ മുകളിൽ കയറി കിടക്കുക. കുഞ്ഞുമാ എനിക്കാണ് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ട് 2 മാസമായി. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടുന്ന ഫുഡുകൾ മാത്രമാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മൂക്ക് കണ്ട എപ്പം നോക്കിയാലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതൊക്കെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ വൈറ്റമിൻ ഡി വളരെ കുറവാണ്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഓരോ വൈറ്റമിൻസുകൾ കുറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി വരുന്നു. മെഡിസിൻ എടുക്കുന്നുണ്ട്, പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഫുഡുകളും കഴിക്കുന്നുണ്ട്. കുട്ടുമാ ഇക്കാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ?